വിശന്നിരിക്കുന്ന ഒരു കരടി എന്തുകൊണ്ടാണ് ആ ചിപ്സ് പാക്കറ്റ് വലിച്ചെറിഞ്ഞത്? കാരണം മൃഗങ്ങൾക്ക് പ്രകൃതി നൽകിയിട്ടുള്ള ഒരു വലിയ കഴിവുണ്ട്: പോഷകജ്ഞാനം അഥവാ ന്യൂട്രീഷണൽ വിസ്ഡം. ശരീരത്തിന് ആവശ്യമുള്ള യഥാർത്ഥ പ്രോട്ടീനും വിറ്റാമിനും എവിടെയുണ്ടെന്ന് അവയുടെ മൂക്കിന് കൃത്യമായി തിരിച്ചറിയാൻ കഴിയും. കരടിയെ സംബന്ധിച്ച് ആ ചിപ്സ് പാക്കറ്റിൽ നിന്നും വരുന്നത് ഭക്ഷണത്തിന്റെ മണമല്ല, ജീവനില്ലാത്ത കുറച്ച് കെമിക്കലുകളുടെ മണമാണ്. എന്നാൽ പിന്നെ നമ്മൾ മനുഷ്യർക്കെന്താണ് സംഭവിച്ചത്? ഇവിടെയാണ് സെൻസറി ഹൈജാക്കിംഗ് എന്ന വലിയൊരു ഫുഡ് സയൻസ് വർക്ക് ചെയ്യുന്നത്. വൻകിട കമ്പനികളുടെ ലാബുകളിൽ ഫുഡ് സയന്റിസ്റ്റുകൾ ചേർന്ന് ഉപ്പ്, മധുരം, കൊഴുപ്പ് എന്നിവയുടെ ഏറ്റവും കൃത്യമായ ഒരു അനുപാതം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിനെ സയൻസിൽ ദ ബ്ലിസ് പോയിന്റ് എന്ന് വിളിക്കും. ഇത് നമ്മുടെ നാവിൽ തട്ടുമ്പോൾ തന്നെ തലച്ചോറിൽ വലിയ തോതിൽ ഡോപ്പമിൻ റിലീസാകും. അതായത് അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ നമ്മുടെ വിശപ്പ് മാറ്റാനല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പകരം നമ്മുടെ തലച്ചോറിന്റെ എവല്യൂഷണറി സിസ്റ്റത്തെ ഹാക്ക് ചെയ്ത് നമ്മളെ അതിന് അഡിക്റ്റാക്കാനാണ്. കരടിയുടെ മൂക്കിനെ പറ്റിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ മനുഷ്യന്റെ ബുദ്ധിയെ ഈ ബ്ലിസ് പോയിന്റ് വെച്ച് അവർക്ക് എളുപ്പത്തിൽ പറ്റിക്കാൻ കഴിഞ്ഞു. ഒരു പാക്കറ്റ് മുഴുവൻ കഴിച്ചാലും നമ്മുടെ തലച്ചോറ് വീണ്ടും വീണ്ടും അത് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഭൂമിയിൽ സ്വന്തം ഭക്ഷണം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരേയൊരു ജീവി മനുഷ്യൻ മാത്രമാണ്. ഇതൊരു വലിയ തിരിച്ചറിവാണ്. അടുത്ത 30 ദിവസത്തേക്ക് ഈ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് പൂർണ്ണമായും ഒഴിവാക്കി ആ കരടിയെപ്പോലെ യഥാർത്ഥ ഭക്ഷണത്തിലേക്ക് മാറാൻ നിങ്ങൾ തയ്യാറാണോ?